കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെ സ്ഥലം മാറ്റം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റി. ഇയാൾ കോന്നി സി ആയിരുന്ന സമയത്ത് ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്ന പരാതിയുമായി SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആദ്യം വന്നത്. ഇതിന് പിന്നാലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നെല്ലാം ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, അങ്ങനെ ഒരുപാട് പരാതികൾ ഉയർന്നിട്ട് കൂടി ഈ ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിരുന്നു. വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു ആ സംഭവം. ഇപ്പോൾ വരുന്ന നടപടിക്ക് പിന്നിൽ തുടർച്ചയായി കസ്റ്റഡി മർദ്ദന ആരോപണം ഉയർന്നത് തന്നെയാണ് മധുബാബുവിന് ഇപ്പോൾ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മധുബാബുവിനെതിരെ തുടർച്ചയായി മർദ്ദന ആരോപണങ്ങൾ വന്നിരുന്നു. പത്തനംതിട്ടയിലെ SFI നേതാവാണ്, മുൻ SFI നേതാവാണ് ആദ്യം പ്രതികരണവുമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത്. കോന്നി CA ആയിരുന്ന കാലത്ത് ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചെന്ന പരാതിയുമായി SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആദ്യം രംഗത്ത് വരുന്നത്. ഇതിനുശേഷം തുടർച്ചയായി മറ്റ് ചില ആൾക്കാർ കൂടി, അതായത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ തൊടുപുഴ മലങ്കര സ്വദേശി VK മുരളീധരനാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ ഒരു ഇടിയൻ പോലീസ് എന്ന രീതിയിൽ പേരുകേട്ട ഉദ്യോഗസ്ഥൻ ആണ്. മാത്രമല്ല ഒരുപാട് പരാതികൾ വന്നു. ഇത് സർക്കാരിനെ തന്നെ, ആഭ്യന്തര വകുപ്പിനെ തന്നെ നാണക്കേടിലുമാക്കി. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. മറ്റ് ചില ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിന് ഒപ്പം തന്നെയാണ് മധുബാബുവിന്റെ സ്ഥലമാറ്റവും വന്നിരിക്കുന്നത്. ഏതായാലും അനന്തര ഈ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയോ റിപ്പോർട്ടുകൾ ഈ ഉദ്യോഗസ്ഥരെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അവഗണിച്ചു, ഇത്രയും നാൾ തുടരാൻ അനുവദിച്ചു. മാത്രമല്ല ഈ സീനിയേഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ പല വിമർശനങ്ങൾ വരുമ്പോൾ ഈ നടപടിയിൽ മാത്രം നിർത്തേണ്ടതാണോ? കടുത്ത നടപടികളിലേക്ക് അടക്കം പോകേണ്ട സാഹചര്യം ഇപ്പോൾ തന്നെ ഉരുത്തിരിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും സംഘടനാ ചുമതലയുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ ഇദ്ദേഹം ഡിവൈഎസ്പി ആവുന്നതിന് മുൻപ് CA ആയിരുന്ന സമയത്താണ് നിരവധി പരാതികൾ മധുബാബുവിനെതിരെ ഉയർന്നത്. അന്നേരം ആ സമയത്തൊക്കെ പരാതികൾ നൽകിയിരുന്നെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അടുത്തിടെ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ സമയത്താണ് മധുബാബുവിനെതിരെയുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ആദ്യം പ്രതികരണം ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും പരാതികൾ ഉണ്ടാകുന്നു. ഇത് സർക്കാരിന് വലിയ തലവേദനയും സൃഷ്ടിച്ചു. പ്രതിപക്ഷമടക്കം ഇത് വലിയ ഒരു ആരോപണമായി സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അതിൽ അന്വേഷണവും സർക്കാർ വകുപ്പ് തല അന്വേഷണവുമൊക്കെ ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സ്ഥലം മാറ്റത്തിന് തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ഇടിയൻ പോലീസ് എന്ന പേര് കേട്ട മധുബാബുവിനെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ വേണ്ട എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചിരിക്കുന്നതെന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്നു, അദ്ദേഹത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കസ്റ്റഡി മർദ്ദന ആരോപണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ DYSP ആയിരുന്ന മധുബാബുവിനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്.